ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th ഫസ്റ്റ് ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് പോർഷനിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റുകളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമായ സം ഓഫ് അരിത്മെറ്റിക് സീക്വൻസും അതിൻ്റെ പ്രോബ്ലംസും ഈ വീഡിയോയിലില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത് അല്ലേ. അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്? ഇപ്പോൾ ഞാൻ കുറച്ച് ഇത് ഡീപ്പായൊരു കോൺസെപ്റ്റിലല്ല ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഡീപ്പായിട്ട് കോൺസെപ്റ്റിൽ പോകണില്ല. സർഫസൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മൾ പ്രോബ്ലം കൂടുതൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരുവിധം കോൺസെപ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ബാക്കി ഞാൻ പ്രോബ്ലത്തിൻ്റെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് എഴുതുകയാണ്. ഇപ്പോൾ 7, 10, 13 ഇങ്ങനെ ഞാൻ എഴുതിയാൽ ബാക്കി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറയാൻ പറ്റുമല്ലേ. 7, 10, 13 ഇത് നെക്സ്റ്റ് ഞാൻ ഏതാ എഴുതുക? 16 ആണ് എഴുതുക അല്ലേ. അത് നിങ്ങൾക്ക് തന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഞാൻ അടുത്തത് എഴുതുകയാണ് 15, 20, 25. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് നമ്പേഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. 15, 20, 25 നെക്സ്റ്റ് 30 ആയിരിക്കും, നെക്സ്റ്റ് 35 ആയിരിക്കും. പക്ഷേ ഞാനിവിടെ നെക്സ്റ്റ് ഒരു സീക്വൻസ് എഴുതാണ് 2, 3, 5, 4, 8 ഇങ്ങനെ എഴുതി പോയാൽ നിങ്ങൾക്കിതിനെ നെക്സ്റ്റ് ഏത് എഴുതുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ. ഞാൻ ഫസ്റ്റ് എഴുതിയ ഈ 2 ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നെക്സ്റ്റ് ടേമിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം എന്താണ്? ഇവിടെ 7, ഇത് 10, ഇത് 13. അപ്പോൾ നമുക്ക് അവിടെ ഒരു എന്തോ ഒരു കോമൺ റിലേഷൻ കാണാനുണ്ട്. 7ലൂടെ 3 കൂടിയപ്പോഴാണ് നമുക്ക് 10 കിട്ടിയത്, 10ലൂടെ 3 കൂടിയപ്പോഴാണ് 13 കിട്ടിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് എഴുതുന്ന നമ്പർ എന്തായിരിക്കും? ഈ 13ലൂടെ 3 കൂട്ടിയതായിരിക്കും അല്ലേ. ഇങ്ങനെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഡിഫറൻസ് ആയിട്ട് വരുന്ന ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയണത്? അരിത്മെറ്റിക് സീക്വൻസ്. ഇവിടെ എല്ലാറ്റിൻ്റെയും കൂടെ നമ്മൾ എന്താ ചെയ്തത്? 3 ആഡ് ചെയ്ത് പോയി അല്ലേ. ഇവിടെയോ 15ലൂടെ 5 ആഡ് ചെയ്തപ്പോഴാണ് 20 കിട്ടിയത്. അപ്പോൾ ഇവിടെ 5 ആഡ് ചെയ്തു. നെക്സ്റ്റ് 20യുടെ കൂടെ 5 ആഡ് ചെയ്തപ്പോഴാണ് 25 കിട്ടിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ഇവിടെ എന്ത് വരും? 30 വരും. കാരണം എന്താണ്? 25ൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? 30 ആണ് കിട്ടുക. ഇങ്ങനെ ഒരു ഫിക്സഡ് നമ്പറിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനെ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിനെ എഴുതുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അല്ല. ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട്, ഇതിപ്പോൾ ഈ കൂടി പോണത് മാത്രമേ ഉള്ളൂ അരിത്മെറ്റിക് സീക്വൻസ് ആവുക? ഇവിടെ 7 10 ആയി, 10 13 ആയി, ഇവിടെ 15 20 ആയി, 20 25 ആയി, അങ്ങനെ കൂടി പോണത് മാത്രമേ അരിത്മെറ്റിക് സീക്വൻസ് ആവുള്ളൂ? അല്ല, കുറച്ച് എഴുതാൻ നമുക്ക് നോക്കാം. 50, 48, 46 എക്സെട്ര. ഇതിൽ നെക്സ്റ്റ് ടേം നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? 46 നെക്സ്റ്റ് വിൽ ബി 44 അല്ലേ. എന്താണ്? 50യിൽ നിന്നും 2 മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 48 കിട്ടിയത്. 48ൽ നിന്നും 2 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 46 കിട്ടി. 46ൽ നിന്നും വീണ്ടും 2 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 44 കിട്ടി. നെക്സ്റ്റ് നമ്പർ വിൽ ബി 42. ഓക്കെ, 44ൽ നിന്നും 2 മൈനസ് ചെയ്താൽ നമുക്ക് 42 ആണ് കിട്ടുക. ഇങ്ങനെയുള്ള സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഞാൻ ഫസ്റ്റ് എഴുതിയ ഇതിൽ 7, 10, 13, 16 എക്സെട്ര ഇവിടെയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ട ഡിഫറൻസ് ഏതാണ്? ഇത് തമ്മിൽ ഇതും തമ്മിൽ ഡിഫറൻസ് 3 ആയിരുന്നു, ഇതും തമ്മിൽ ഡിഫറൻസ് 3 ആയിരുന്നു. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഈ അരിത്മെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 3. ഇതിലെ കോമൺ ഡിഫറൻസ് നമുക്കിനി എപ്പോഴും അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമുക്കതിൽ എന്തുണ്ടാവും? എപ്പോഴും ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവും. അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോമൺ ഡിഫറൻസിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മളിങ്ങനെ നീട്ടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കോമൺ ഡിഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? D വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. സ്മോൾ ലെറ്റർ D വെച്ച് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ സെക്കൻഡ് കൺസിഡർ ചെയ്ത ഈ അരിത്മെറ്റിക് സീക്വൻസിലോ 15, 20, 25, 30 ഇതിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഡിഫറൻസ് ഏതാണ്? 5. Therefore here common difference equal to 5. ഓക്കെ, ഇവിടെയോ കോമൺ ഡിഫറൻസ് അരിത്മെറ്റിക് സീക്വൻസ് ഒന്ന് ശ്രദ്ധിക്കുക. 50, 48, 46 കുറഞ്ഞു വരികയാണ് അല്ലേ. എത്രയാണ് കുറയണത്? 2. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായാലും എന്തുണ്ടാകും? ഇത് കുറഞ്ഞു വരികയല്ലേ. നമ്പേഴ്സ് 50, 48 ആയി കുറഞ്ഞു, 48, 46 ആയി കുറഞ്ഞു. ഇങ്ങനെ കുറഞ്ഞു വരുന്ന കാരണം നമ്മൾ കോമൺ ഡിഫറൻസിൽ എന്തായാലും എന്തുണ്ടാകും? ഒരു മൈനസ് ഉണ്ടാകും. ഇനി എത്ര വിധമാണ് കുറയുന്നത്? 2. Therefore common difference of this sequence arithmetic sequence is -2.
മനസ്സിലായോ? അപ്പോൾ നമുക്കത് മെൻ്റലി തന്നെ ചെയ്യാൻ പറ്റും. 3 കൂട്ടുമ്പോഴാണ് ഇവിടെ പോണത്, ഇവിടെ 5 ആഡ് ചെയ്യുമ്പോഴാണ് പോണത്, ഇവിടെ 2 മൈനസ് ചെയ്യുമ്പോഴാണ് പോണത് എന്നുള്ളത്. പൊതുവേ നമുക്ക് ഈ 3 ഒന്ന് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം? ഞാൻ ചെയ്ത പോലെ 7ലൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 10 കിട്ടിയെന്നുള്ളത് നമുക്ക് ആലോചിക്കാം. അതുപോലെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 10ൽ നിന്ന് ഈ 7നെ മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അല്ലെങ്കിൽ ഈ 13ൽ നിന്നും 10 മൈനസ് ചെയ്യുക. അതായത് ഒരു നമ്പറിൽ നിന്ന് അതിന് തൊട്ട് മുമ്പിലുള്ള നമ്പറിനെ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ 48ൽ നിന്ന് 50 മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? -2 കിട്ടുന്നത്. അതാണ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അടുത്തത് നോക്ക്. ഞാനിവിടെ 2 അരിത്മെറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ? അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. 11, 15, 19 അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? എങ്ങനെ നോക്കാൻ നമുക്കറിയാലോ. 22, 20, 18. ഇതിൽ നെക്സ്റ്റ് 2 ടേംസ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഈസിയാണ്. ഇതുവരെ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് മനസ്സിലായ ഒരാൾക്ക് ഇത് പെട്ടെന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് 2 ടേംസ് നമ്മളോട് എഴുതാൻ പറഞ്ഞു. 11ലൂടെ എത്ര കിട്ടിയപ്പോഴാണ് 15 കിട്ടിയത് നോക്കുക. അല്ലെങ്കിൽ 15 എത്ര മൈനസ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുക നോക്കുക. 4 അല്ലേ? അപ്പോൾ 11ലൂടെ 4 കൂട്ടിയപ്പോഴാണ് 15 കിട്ടിയത്. 15ലൂടെ 4 കൂട്ടിയപ്പോഴാണ് 19 കിട്ടിയത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്ത് വരും? 19ലൂടെ എത്ര കൂട്ടിയാലാണ് 4 കൂട്ടിയാൽ എത്രയാണ് കിട്ടുക എന്ന് നോക്കണം. അപ്പോൾ എത്ര വരും? 19 + 4 = 23. നെക്സ്റ്റ് ടേം എന്ത് വരും? 23ലൂടെ 4 ആഡ് ചെയ്ത് എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 27. അപ്പോൾ നെക്സ്റ്റ് 2 ടേംസ് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യുക. ഇവിടെയും അതേപോലെ നോക്കുക. 22ൽ നിന്ന് എത്ര പോയപ്പോഴാണ് 20 കിട്ടുക നോക്കുക. അല്ലെങ്കിൽ 20ൽ നിന്നും 22 നമ്മൾ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം 22ൽ നിന്നും എത്ര പോയപ്പോഴാണ് 20 കിട്ടിയത്? 2 പോയപ്പോൾ. അപ്പോൾ നെക്സ്റ്റ് 20ൽ നിന്നും 2 പോയപ്പോൾ 18 കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എന്ത് വരും? 18ൽ നിന്ന് 2 പോയാൽ എത്രയാണോ അതാണ് നമ്മളിവിടെ എഴുതുക. 18ൽ നിന്ന് 2 പോയാൽ 16, വീണ്ടും 16ൽ നിന്ന് 2 പോയാൽ 14. അങ്ങനെ ഈ സീക്വൻസിന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് 2 ടേംസ് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് മാറി ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് ഇങ്ങനെയാണ്. ഫസ്റ്റ് നമുക്കറിയില്ല, ഇതറിയില്ല. സെക്കൻഡ് ടേം 32, 34 എക്സെട്ര. ഇതിലെ നെക്സ്റ്റ് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും നമ്മൾ എഴുതണം. നോക്കി, ഏതെങ്കിലും അടുത്ത 2 നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 അടുത്ത നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം അല്ലേ? എങ്ങനെ? ഒന്നുകിൽ 32ൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 34 കിട്ടുക നോക്കുക, അല്ലെങ്കിൽ 34ന് എത്ര മൈനസ് ചെയ്താലാണ് 32 കിട്ടുക നോക്കുക. ഇവിടെ 2 അല്ലേ? 32ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 34 കിട്ടിയത്. അപ്പോൾ ഇവിടെയുള്ള നമ്പർ എത്രയാണോ അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്താലാണ് നമുക്ക് 32 കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടുത്തെ നമ്പർ ഏതായിരിക്കും? ഏതിലൂടെ 2 കൂട്ടിയാലാണ് നമുക്ക് ആഡ് ചെയ്താലാണ് നമുക്ക് 32 കിട്ടുക? 30. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 32ൽ നിന്നും കോമൺ ഡിഫറൻസ് ആയ 2നെ മൈനസ് ചെയ്താൽ മതി. നമ്മൾ ലെഫ്റ്റിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസിനെ മൈനസ് ചെയ്ത് കൊണ്ടുവരണം ഈ കേസിൽ. അപ്പോൾ അടുത്തത് ഇവിടെ എന്ത് വരും? 30ലൂടെ 2 ആഡ് ചെയ്തപ്പോൾ 32 കിട്ടി. 32ലൂടെ 2 ആഡ് ചെയ്തപ്പോൾ 34 കിട്ടി. 34ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 36. അങ്ങനെ നമുക്ക് ടേംസിനെ ഫില്ല് ചെയ്യാം. ഇതാണ് ഇതിന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ അരിത്മെറ്റിക് സീക്വൻസ്. AS എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇഫ് സോ ഫൈൻഡ് ഡി എന്താ നമുക്കറിയാം? കോമൺ ഡിഫറൻസ്. ഇപ്പോൾ തന്നിരിക്കുന്ന I വരെ ഉണ്ട് കേട്ടോ, നമുക്കിവിടെ സ്പേസ് ഇല്ല. അപ്പോൾ ഞാൻ D വരെ ആൻസർ ചെയ്തിട്ട് ബാക്കി സീക്വൻസുകളൊക്കെ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അതുമാത്രമല്ല അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അവയുടെ D നമ്മൾ കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അറിയാമല്ലേ നമുക്ക് എങ്ങനെയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാമെന്നറിയാം. നമുക്ക് ജസ്റ്റ് ഇതിൽ നിന്ന് ഇതൊന്ന് മൈനസ് ചെയ്യാം. 8 - 5 = 3. ഇനിയിപ്പോൾ നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ x2 - x1 അത് ചെയ്യാതെ എത്രയാണ്? 8 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. നെക്സ്റ്റ് x3. ഒരു സംഭവം മാത്രം നോക്കി അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് മനസ്സിലാവോ? ഇല്ല. 2 ടേംസ് തമ്മിൽ ഡിഫറൻസ് എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. അടുത്തത് x3 - x2 ദാറ്റ് ഈസ് ഈക്വൽ ടു 11 - 8 ദാറ്റ് ഈസ് ഓൾസോ 3. അപ്പോൾ ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. ആൻഡ് സോ ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് D = 3. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യേണ്ടത്.
10, 20, 30 അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അതെ, 10ൽ നിന്ന് 10 കൂട്ടിയപ്പോഴാണ് നമുക്ക് 20 കിട്ടിയത്. 20യുടെ കൂടെ 10 കൂട്ടിയപ്പോഴാണ് 30 കിട്ടിയത്. ഡിഫറൻസ് കോമൺ ആണ്, 10 തന്നെയാണ്. സോ ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് d ഈക്വൽ ടു 10. ഓക്കെ, നെക്സ്റ്റ് 100, 98, 97, 96 കുറഞ്ഞു പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ മൈൻഡിൽ വരണം എന്താണ്, കുറഞ്ഞു പോവുകയാണെങ്കിൽ ഡി അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാം, എങ്കിൽ പോലും d ഈക്വൽ ടു മൈനസ്, ഡീൻ്റെ അതിൽ എന്തുണ്ട്, ഒരു മൈനസ് ഉണ്ട്, നമ്മുടെ മൈൻഡിൽ വെക്കാം. 100 എത്ര കുറഞ്ഞപ്പോഴാണ് നമുക്ക് 98 കിട്ടിയത്? 2 കുറഞ്ഞപ്പോൾ. 98 എത്ര കുറഞ്ഞപ്പോഴാണ് 97 കിട്ടിയത്? 1. ഇവിടെയും 1. So the difference is not common and so it is not an arithmetic sequence. Clear? Then here 50, 45, 40 again സീക്വൻസ് കുറഞ്ഞു പോവാണ്. d ഈക്വൽ ടു മൈനസ് ഉണ്ടാവും. 50ന്ന് 5 പോയപ്പോൾ 45 കിട്ടി, 45ന്ന് 5 പോയപ്പോൾ 4 കിട്ടി. സോ ഹിയർ ഡിഫറൻസ് ആർ കോമൺ ആൻഡ് സോ it is an arithmetic sequence with the common difference -5. അത് ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് ഹിയർ -40, -45, -50, -45, -40 എക്സെട്ര. ഇങ്ങനെ മൈനസ് ഒക്കെ വരുന്നത് നമ്മൾ ഇതേപോലെ ഇക്വേഷൻ വെച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം, അപ്പുറത്ത് എഴുതിയെടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ d കാണുകയാണ്. d ഈക്വൽ ടു x2 - x1 ദാറ്റ് ഈസ് ഈക്വൽ ടു -45 -50 that is equal to -45 plus 50 equal to 5. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 5 ആണ്. അതേ ഡിസ്റ്റൻസ് ആണ് ഇവിടുന്ന് ഇങ്ങോട്ട് കൂടി നോക്കാം. അതിന് നമുക്ക് എന്ത് ചെയ്യാം, x3 - x2 കൂടി ചെയ്ത് നോക്കാം. d ഈക്വൽ ടു x3 - x2 ദാറ്റ് ഈസ് ഈക്വൽ ടു -40 -45 ദാറ്റ് ഈസ് ഈക്വൽ ടു -40 plus 45 that is equal to 5. So here also the difference is 5 and so it is also an arithmetic sequence with common difference d equal to 5. Next f, sequence of odd numbers. Sequence of odd numbers arithmetic sequence ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓഡ് നമ്പേഴ്സ് ഏതാണ് നമുക്കറിയാം അല്ലേ, 1, 3, 5, 7 എക്സെട്ര. 1, 3, 5, 7 എക്സെട്ര സീക്വൻസ് ഒന്ന് എഴുതുക. d കണ്ടു നോക്കുക. 1ലൂടെ എത്ര കൂട്ടിയാലാണ് 3 കിട്ടുക? 2. 3ലൂടെ എത്ര കൂട്ടിയാലാണ് 5 കിട്ടുക? again 2. So here difference is common and so it is an arithmetic sequence with d equal to sequence of half of odd numbers. അതാണ് നെക്സ്റ്റ് arithmetic sequence ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട സീക്വൻസ്. half of odd numbers, ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ്. അപ്പോൾ ആദ്യം ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമുക്ക് എഴുതാം. ഏതാണ് നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ അല്ലേ, 1, 3, 5, 7 എക്സെട്ര. ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ഇതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, 10ൻ്റെ ഹാഫ് 5 ആണ്. അതെങ്ങനെയാണ് കിട്ടുക, 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴല്ലേ നമുക്ക് ഹാഫ് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും, 1/2, 3/2, 5/2, 7/2. ഇതാണല്ലോ ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. എന്നും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാം, d കണ്ടുപിടിക്കാം. d ഈക്വൽ ടു ആദ്യം ഇത് മൈനസ് ചെയ്യാം, പിന്നെ ഇത് മൈനസ് ചെയ്യുക, കിട്ടുന്നത് സെയിം ആണോ നോക്കുക അല്ലേ. d ഈക്വൽ ടു x2 - x1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 - 1/2. ഡിനോമിനേറ്റർ സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. 3 - 1 2, ഡിനോമിനേറ്റർ സെയിം ഇട്ട് കൊടുക്കുക, 2/2 ഈക്വൽ ടു 1. സോ ഹിയർ കോമൺ ഡിഫറൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് 2 ടേംസ് ആർ 1. ഓക്കെ, നൗ വാട്ട് ഈസ് നെക്സ്റ്റ് difference between x3 and x2? d equal to x3 - x2 that is equal to 5/2 - 3/2 that is equal to again 2/2 that is equal to 1. Again the difference is 1 here and so it is an arithmetic sequence with common difference d equal to 1. Next arithmetic sequence ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട sequence of powers of 2. എന്താണ് powers of 2? 2/1, 2/2 അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവേഴ്സ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 3/1, 3/2, 3/3 എക്സെട്ര. ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് പവേഴ്സ് ഓഫ് 2 ആണ്. therefore the sequence is 2/1, 2/2, 2/3 etc. What is 2/1? 2. Then what is 2/2?
2 into 2, okay, that is equal to 4. But is 2 raised to 3? 2 into 2 into 2. 2നെ 3 times multiply ചെയ്യുന്നതാണല്ലോ 2 raised to 3. That is equal to 8, etc. We have to check whether this sequence is arithmetic sequence or not. This sequence. Okay. നോക്കാം. 2ലൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്? 2. 4ലൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് 8 കിട്ടിയത്? 4. The difference are not same and so it is not an arithmetic sequence. അതുകൊണ്ട് നമുക്ക് ഡി കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ. സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. എന്താണ് നാച്ചുറൽ നമ്പർ? കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 6 അങ്ങനെ നമുക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് എണ്ണുന്ന നമ്പറാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്? 1 2 3 4 എക്സെട്ര. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? അല്ല, റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. അപ്പോൾ അതിന് റെസിപ്രോക്കൽ എന്താണെന്ന് അറിയണം അല്ലേ? ഞാനൊരു ഫ്രാക്ഷൻ എഴുതാണ് ഇവിടെ 3/4. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 4/3. അതായത് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആവും, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആവും. തിരിച്ചിടുന്ന സംഭവമാണ് റെസിപ്രോക്കൽ. 5/2 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷണൽ റെസിപ്രോക്കലാണ് 2/5. ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട്, ഇത് ഫ്രാക്ഷനിൽ എഴുതിയിട്ടില്ലല്ലോ, ഇതിനൊന്നും ഡിനോമിനേറ്റർ ഇല്ലല്ലോ, അപ്പോൾ ഇതെങ്ങനെ തിരിച്ചിടും? അതല്ലേ ഡൗട്ട്. നോക്കുക, ഏതൊരു നമ്പർ നമ്മൾ 2 എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താണ്? 2/1. ഓക്കെ, 5 എന്ന് എഴുതി അതിൻ്റെ മീനിങ് എന്താണ്? 5/1. അവിടേക്ക് ഒരു /1 ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട്, നമ്മൾ എഴുതണില്ല എന്നേ ഉള്ളൂ. 100 എന്ന് പറഞ്ഞാൽ എന്താണ്? 100/1. അങ്ങനെയാണെങ്കിൽ വെറും 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/1. 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3/1. 4/1 എക്സെട്ര. ഇനി നമുക്ക് റെസിപ്രോക്കൽ എഴുതിക്കൂടെ? ഇതിൻ്റെ റെസിപ്രോക്കൽ 1/1, റെസിപ്രോക്കൽ 1/2, 1/3, 1/4 എക്സെട്ര. ഇതാ ഈ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ചെയ്യാം. d = x2 - x1. ആദ്യം ഇത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 - 1/1. ന്യൂമറേറ്റർ സെയിം ആണ്, ഒറ്റയടിക്ക് മൈനസ് ചെയ്യുക അല്ലേ? പറ്റുമോ? ഡിനോമിനേറ്റർ സെയിം ആയാലേ നമുക്ക് ന്യൂമറേറ്റേഴ്സിനെ പെട്ടെന്ന് മൈനസ് ചെയ്ത് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ ഇതിൻ്റെ ഡിനോമിനേറ്റർ 2 ആണ്, ഇതിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 1 1. ഈ സൈൻ ഇട്ടു മൈനസ് 1 × 2 2 2 × 1 2. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. ഹിയർ d = -1/2 -1/2. ഇനി നമുക്ക് ഈ രണ്ട് ടേംസിൻ്റെ d കൂടി ഒന്ന് കണ്ടു നോക്കാം. d = x3 - x2. That is equal to 1/3 - 1/2. Again, denominators are not same and so we have to cross multiply. 1 × 2 = 2 minus 1 × 3 = 3/3 × 2 = 6. That is equal to -1/6. Here d = -1/6. The difference between these two terms is -1/2 and these two terms is -1/6. And the difference is not common and so it is not an arithmetic sequence. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കിതൊക്കെ അരിത്മെറ്റിക് സീക്വൻസിലെ ബേസിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ പോലും അറിയണം. 1 മാർക്കും 2 മാർക്കിനോ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ മിസ്സിംഗ് ടേംസ്. 4 സീക്വൻസ് തന്നിട്ടുണ്ട്, അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഇതിൽ മിസ്സിംഗ് ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം. 7 14 ഇവിടെയുള്ള 2 ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിൽ d എത്രയാണ്? 77ലൂടെ എത്ര ആഡ് ചെയ്തപ്പോൾ നമുക്ക് 14 കിട്ടിയത്? 7. അപ്പോൾ നമുക്കറിയാം ഇനി ഈ 14ലൂടെ 7 ആഡ് ചെയ്തതാകും ഇവിടുത്തെ നമ്പർ അല്ലേ? അത് എത്രയായിരിക്കും? 21. വീണ്ടും ഈ 21ലൂടെ d ആയ 7 ആഡ് ചെയ്തതായിരിക്കും ഇവിടുത്തെ നമ്പർ. അത് എത്രയായിരിക്കും? 28. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ ദിസ് സീക്വൻസ്. നമുക്ക് ഫസ്റ്റ് 2 ടേംസ് അറിയില്ല, നമുക്ക് ബാക്കി 2 ടേംസ് അറിയാം. 11ലൂടെ 11ലൂടെ 4 ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. ഹിയർ d = 4. അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടേംസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോരാം. 15 എത്ര പോയപ്പോഴാണ് 11 കിട്ടിയത്? 4 പോയപ്പോൾ. അപ്പോൾ ഇവിടുത്തെ കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? 11ൽ നിന്നും 4 കുറക്കണം. അപ്പോൾ എത്ര വരും? 11ൽ നിന്ന് 4 കുറഞ്ഞപ്പോൾ 7 കിട്ടി. വീണ്ടും 7ൽ നിന്ന് 4 മൈനസ് ചെയ്യുമ്പോൾ 3. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ 50 47 ആയി മാറി. കുറഞ്ഞു പോവുകയാണ് അല്ലേ? 50 ഇന്ന് 3 പോയപ്പോൾ 47 കിട്ടി. അപ്പോൾ ഈ ടേം കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? 47ൽ നിന്ന് 3 പോകണം. 47 - 3 = 44. എഗെയിൻ
ഇവിടെ എങ്ങനെ കിട്ടുക 44 3 മൈനസ് ചെയ്താൽ 44 മൈനസ് 3 ഈക്വൽ ടു 41. സോ ഹിയർ ഇവിടുത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് അറിയാം നമുക്ക്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോരാം. 85ലൂടെ 5 ആഡ് ചെയ്തപ്പോൾ 90 കിട്ടി. അപ്പോൾ ഇവിടുത്തെ കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? 90ലൂടെ 5 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 95. അപ്പോൾ ഇവിടുത്തെ കിട്ടാൻ എന്ത് ചെയ്യേണ്ടത്? 95ലൂടെ 5 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 100. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് റൈറ്റ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് d ഈക്വൽ ടു 2 ആൻഡ് f ഈക്വൽ ടു 4. സ്റ്റാർട്ട് ചെയ്യേണ്ടത് 4ലാണ്. കോമൺ ഡിഫറൻസ് d ആണ്. അരിത്മെറ്റിക് സീക്വൻസ് എഴുതാം. ഏതെങ്കിലും ഒരു നമ്പറും കോമൺ ഡിഫറൻസും കിട്ടിയാൽ, ഏതെങ്കിലും ഒരു ടേമും കോമൺ ഡിഫറൻസ് കിട്ടിയാൽ നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എഴുതാൻ പറ്റില്ല. ഇവിടെ ഫസ്റ്റ് ടേം തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 4. അതുകൊണ്ട് ഫസ്റ്റ് 4 എഴുതി. കോമൺ ഡിഫറൻസ് ഈസ് 2. 4ലൂടെ 2 ആഡ് ചെയ്താൽ 6, 6ലൂടെ 2 ആഡ് ചെയ്താൽ 8, 10 എക്സെട്ര. ഈ എക്സെട്ര ഇടാൻ മറക്കരുത് എപ്പോഴും സീക്വൻസ് എഴുതുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 13th term of an arithmetic sequence is 48 and 17th term is 64. Find d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഫൈൻഡ് f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഫൈൻഡ് x15 എന്ന് പറഞ്ഞാൽ 15th ടേം. റൈറ്റ് ആൾജിബ്രായിക് ഫോം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് ഫോം എഴുതണം. അങ്ങനെ ഡി പാർട്ട് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 1 by 1 ആയിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. 13th term of an arithmetic sequence is 48. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതോടുകൂടെ അതിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ കൂടി എഴുതി വെക്കുക. എന്താണ് ക്വസ്റ്റ്യൻ്റെത്? 13th term of an arithmetic sequence is 48. 13th term അത് നമ്മൾ എങ്ങനെയാണ് ഷോർട്ടായിട്ട് എഴുതുക? x13 ഈക്വൽ ടു 48 ആൻഡ് 17th term is 64. x17 ഈക്വൽ ടു 64. x13 x17 13th ടേമും 17th ടേമുമാണ്. 13th ടേമും 14th ടേമും തന്നിട്ടുള്ളതെങ്കിൽ x14 മൈനസ് x13 വെച്ച് d കണ്ടുപിടിക്കായിരുന്നു അല്ലേ? അല്ലെങ്കിൽ 17th ടേമും 16th ടേമുമാണ് തന്നിട്ടുള്ളതെങ്കിലോ 17th ടേമും 18th ടേം ആണെങ്കിലൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ ഇത് എവിടെയോ കണക്കണ 2 ടേംസ് ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു d കണ്ടുപിടിക്കാൻ. എന്തായിരുന്നു? d ഈക്വൽ ടു ടി ഡി ബൈ പി ഡി. ഒരു ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചിട്ടില്ലേ? ടി ഡി ബൈ പി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇതേ രൂപത്തിൽ എഴുതിയേക്കുക. x13 ഈക്വൽ ടു 48, x17 ഈക്വൽ ടു 64. ഇനി ടി ഡി എന്ന് പറയുന്നത് ടേം ഡിഫറൻസ് ആണ്, പി ഡി എന്ന് പറയുന്നത് പൊസിഷൻ ഡിഫറൻസ് ആണ്. ഇനി ഏതാണ് ടേം ഏതാണ് പൊസിഷൻ എന്നറിയണം. ഈ എക്സിൻ്റെ താഴെ എഴുതിയതൊക്കെ എന്തായിരിക്കും? പൊസിഷനായിരിക്കും. ഇവിടെ 13ഉം 17ഉം അതുകൊണ്ട് എന്താണ്? പൊസിഷനാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതാവുമല്ലോ ടേം. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താ വരിക? ഇതിൽ നിന്ന് നമുക്കിത് അങ്ങ് മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 64 മൈനസ് 48 ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ താഴെന്ന് ഇങ്ങോട്ടല്ലേ മൈനസ് ചെയ്തത്, അതേ ഡയറക്ഷനിൽ ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്യാം. 17 മൈനസ് 13 ദാറ്റ് ഈസ് ഈക്വൽ ടു 64 മൈനസ് 48 എന്ന് പറയുമ്പോൾ 16 മൈനസ് 4 ഈക്വൽ ടു 4. ദെർഫോർ ഡി ഈക്വൽ ടു 4. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 4. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഡിഫറൻസ് കാണുന്നത് മാറരുത്, അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ എ പാർട്ടിൻ്റെ ആൻസർ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബി പാർട്ട് ഞാൻ ഇതങ്ങ് ക്ലിയർ ചെയ്യുകയാണേ. നെക്സ്റ്റ് ബി പാർട്ട് ഫൈൻഡ് എഫ് കാണണം അല്ലേ? 13th term of an arithmetic sequence is 48. x13 നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ x17 നമുക്ക് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. x13th term is 48 and we have to find f. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. 13th term നമുക്കറിയാം d ഈക്വൽ ടു 4 നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് എഫ് കാണുക? 13th ടേമിൽ നിന്ന് എഫ്ക്ക് എത്തണമെങ്കിൽ d എത്ര വട്ടം ചാടണം? 13th ടേമിൽ നിന്ന് എഫ്ക്ക് എത്തണമെങ്കിൽ d എത്ര തവണ ചാടണം? 12 തവണ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? x13ൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. എന്ത്? ഡി എ മൈനസ് ചെയ്യണം. എത്ര തവണ ചാടും? 12 ഇൻറ്റു 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 48 മൈനസ് 48. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഹിയർ ഫസ്റ്റ് ടേം ഈക്വൽ ടു 0 ഈക്വൽ ടു 48 ആണ്. 13th ടേം 48 ആണ്. ഡി കോമൺ ഡിഫറൻസ് 4 ആണ് നമുക്കറിയാം. അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 10th ടേമിൽ നിന്ന് എങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാമെന്ന് അല്ലേ?
10th ടേമിൽ നിന്ന് 9D മൈനസ് ചെയ്താലല്ലേ ഫസ്റ്റ് ടേം. അങ്ങനെയാണെങ്കിൽ 13th ടേമിൽ നിന്ന് ഫസ്റ്റ് D കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 13 നിന്ന് എത്ര തവണ ചാടിയാലാണ് 1 എത്താൻ നോക്കുക. എത്ര തവണ ചാടിയാലാണ്? 12 തവണ. എന്താണ് ചാടുക? D. അപ്പോൾ F കാണാൻ എന്ത് ചെയ്താൽ മതി? X30യിൽ നിന്നും ബാക്കൊക്കെ ചാടി വരുമ്പോൾ മൈനസ് എന്താണ് ചാടുന്നത്? എത്ര തവണ ചാടണം? 12 ടൈംസ്. എന്താ ചാടുന്നത്? D. X13 F equal to X13 minus 12D. That is equal to 48 minus 12 into D equal to 4. That is equal to 48 minus 48. That is equal to 0. And so here first term F equal to 0. അപ്പോൾ next question ഇതാണ്. Find x15. See, find x15. x15 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് എന്ത് വരണം? F plus 14D അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് 0 ആണ് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. D ഈക്വൽ ടു 4 എന്നാണെന്ന് നമുക്ക് A ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 0 plus 14 into 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 plus 56. That is equal to 56. Therefore, x15 equal to 56. ഈസിയാണ്. നമ്മൾ പഠിച്ച ആ കോൺസെപ്റ്റുകൾ അങ്ങോട്ട് മൈൻഡിൽ അങ്ങോട്ട് പതിച്ചു വെച്ച എല്ലാ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് D ക്വസ്റ്റ്യന് റൈറ്റ് ദി ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താ നമ്മൾ പഠിച്ചത്? ആൾജിബ്രായിക് എക്സ്പ്രഷൻ xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d അല്ലേ? ഇതിൽ എഫും ഡിയും നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ എത്രയെന്ന് വെച്ചാൽ അതെടുക്കാം. ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആകുമ്പോൾ എപ്പോഴും n അവിടെ അങ്ങനെ തന്നെ കിടക്കണം. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? xn ഈക്വൽ ടു dn. ഡീൻ്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? 4 ഇട്ട് കൊടുക്കുക. 4n പ്ലസ് എഫ് മൈനസ് ഡി. എഫിൻ്റെ പ്ലേസിൽ 0, 4ൻ്റെ പ്ലേസിൽ ഡീൻ്റെ പ്ലേസിൽ 4 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 4n പ്ലസ് മൈനസ് 4n പ്ലസ് മൈനസ് 4. പ്ലസ് മൈനസ് അടുത്ത് നമ്മൾ മൈനസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? 4n മൈനസ് 4. ദിസ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് this arithmetic sequence is xn equal to 4n minus 4. ക്ലിയർ? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. Third term of an arithmetic sequence is 43 and sixth term is 76. Find D, find F, write algebraic expression, find 10th term. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. Third term of an arithmetic sequence is 43. Third term x3 equal to 43 and sixth term is 76. x6 equal to 76. First find D. നോക്ക്, തേർഡ് ടേമും സിക്സ്ത് ടേമാണ് തന്നിട്ടുള്ളത്, കോൺസിക്യൂട്ടീവ് ടേംസ് അല്ല. Therefore D equal to TD by PD. That is equal to ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സിൻ്റെ കൂടെ ഉള്ളതാണ് പൊസിഷൻ. അപ്പോൾ ടേം ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതാണ് 76. ഇവിടുന്ന് ഇങ്ങോട്ട് ഞാൻ മൈനസ് ചെയ്യാണ്. 76 മൈനസ് 43 ബൈ 6 മൈനസ് 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 33 by 3. That is equal to 11. Therefore D equal to 11. എൻ്റെ ക്വസ്റ്റ്യനായി ആൻസറായി D equal to 11. ക്ലിയർ? ഇനി ഇത് വെച്ചിട്ട് ഇതേപോലെ ബീൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ബി എന്താണ് ക്വസ്റ്റ്യന്? ഫൈൻഡ് എഫ്. തേർഡ് ടേം നമുക്കറിയാം, എഫ് കണ്ടുപിടിക്കണം. നമുക്കിപ്പോൾ ഡി എന്ത് കിട്ടി? D equal to 11 ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ x3 equal to 43 നമുക്കറിയാം. ഇത് വെച്ചിട്ട് നമ്മൾ x1 കണ്ടുപിടിക്കണം. x1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? x3 ആണ് അറിയുക, x3 ഇടുക. x3യിൽ നിന്ന് 3 നിന്ന് 1ക്ക് പോകുമ്പോൾ മൈനസ് ചെയ്യാണ്. മൈനസ് 3 നിന്ന് 1 ആവാൻ എത്ര മൈനസ് ചെയ്യണം? 2. അതിൻ്റെ കൂടെ ഒരു D ഇടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 43 മൈനസ് 2 ഇൻറ്റു 11. ദാറ്റ് ഈസ് ഈക്വൽ ടു 43 മൈനസ് 22. ദാറ്റ് ഈസ് ഈക്വൽ ടു 21. Okay, therefore x1 f is equal to first term equal to 21. Clear? ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് റൈറ്റ് ദി ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇതിൻ്റെ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണം. ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഹിയർ D ഈക്വൽ ടു 11 ആൻഡ് എഫ് ഈക്വൽ ടു 21. എന്ത് വരും? 11n പ്ലസ് എഫ് 21 മൈനസ് 11.
Okay, that is equal to 11n plus 10. This is algebraic expression of this arithmetic sequence. Clear? So we have to find next, we have to find 10th term. 10th term. Algebraic expression എന്താണ്? xn equal to 11n plus 10. Is it? Okay. Then 10th term കണ്ടുപിടിക്കണം. ആൾജിബ്ര 10th ടേം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ f+90 വരും. അത് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ആൾജിബ്ര എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ആൾജിബ്ര എക്സ്പ്രഷനിൽ എന്നിൻ്റെ പ്ലേസിൽ ഏത് നമ്പർ ഇട്ട് കൊടുത്താലും ആ ടേം നമുക്ക് കിട്ടും. ഇവിടെ 10th ടേം കിട്ടാൻ എന്ത് ചെയ്യുക? ഈ ആൾജിബ്ര എക്സ്പ്രഷനിൽ എന്നിൻ്റെ പ്ലേസിൽ എന്ത് ചെയ്യുക? 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 11 × 10 + 10. That is equal to 110 + 10. That is equal to 120. Therefore, x10, 10th term is 120. Consider the arithmetic sequence 1, 4, 7, 10, etc. is 100 a term of the sequence y. ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ 1, 4, 7, 10 എന്ന് പറഞ്ഞ അരിത്തമെറ്റിക് സീക്വൻസിൽ നമ്മൾ ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ 100 എന്നൊരു നമ്പർ ഈ സീക്വൻസിൽ നമ്മൾ എഴുതുമോ? 100 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എപ്പോഴും സീക്വൻസ് 1, 4, 7, 10 ആണ്. ഏതൊരു സീക്വൻസ് കിട്ടിയാലും ആദ്യം എഴുതേണ്ടത് ഡി ആണ്. ഹിയർ ഡി ഈസ് ഈക്വൽ ടു 4 - 1 = 3 അല്ലേ? ഡി ഈസ് 3. ഇനി 100 ഒരു ടേം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ആണെങ്കിൽ, ഒരു നമ്പർ അരിത്തമെറ്റിക് സീക്വൻസിലെ ഒരു ടേം ആണെങ്കിൽ ആ നമ്പറും അരിത്തമെറ്റിക് സീക്വൻസിലെ വേറെ ഏതെങ്കിലും നമ്പറും തമ്മിൽ മൈനസ് ചെയ്താൽ അത് ഡീൻ്റെ മൾട്ടിപ്പിൾ ആവും, കോമൺ ഡിഫറൻസിന് മൾട്ടിപ്പിൾ ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തിയറിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ തിയറി മാറ്റി വെച്ചാലും ഈ ടൈപ്പ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ 100 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. 100 ടേം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 100 എഴുതുക. എന്നിട്ട് 100ൽ നിന്നും ഫസ്റ്റ് ടേമിനെ മൈനസ് ചെയ്യുക. ഫസ്റ്റ് ടേമിനെ തന്നെ മൈനസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം തന്നിട്ടില്ല, 15th ടേമാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ 15th ടേമിനെ മൈനസ് ചെയ്താൽ മതി. ഏത് ടേം മൈനസ് ചെയ്താലും കുഴപ്പമില്ല. ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിനെ മൈനസ് ചെയ്യുക. ജസ്റ്റ് കോമൺ ആയിട്ട് പറഞ്ഞു വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടേമിനെ മൈനസ് ചെയ്യാമെന്ന് പറയും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 99 കിട്ടി. ഈ മൈനസ് ചെയ്താൽ കിട്ടിയ ഈ നമ്പറിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് ആയ ഡി കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. 99 / 3. ഓക്കെ, 3 9 0 9 3 9 0. ആൻസർ ഈസ് 33 ആൻഡ് റിമൈൻഡർ ഈസ് 0. താഴെ നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലേ? റിമൈൻഡർ ഒന്നും വരാണ്ട് 0 എന്ന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ വന്നാൽ എന്താണ് മീനിങ്? ഈ നമുക്ക് മൈനസ് ചെയ്ത് കിട്ടിയ ഈ നമ്പർ നമ്മളെ കോമൺ ഡിഫറൻസ് ഡീൻ്റെ മൾട്ടിപ്പിൾ ആണ്. ആൻഡ് സോ ഇറ്റ് ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഇനി ഇൻ കേസ് ഇവിടെ ഒരു റിമൈൻഡർ 1 റിമൈൻഡർ 2 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എ ടേം. അപ്പോൾ അത് ദ ടേം ഡിഫറൻസ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് ആൻഡ് സോ ഇറ്റ് ഈസ് നോട്ട് എ ടേം. ബട്ട് ഹിയർ ഇൻ ദിസ് കേസ് റിമൈൻഡർ ഈസ് 0 ആൻഡ് സോ ദ ടേം ഡിഫറൻസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ് ആൻഡ് സോ 100 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. മനസ്സിലായോ? അപ്പോൾ ഏത് നമ്പറാണോ ചെക്ക് ചെയ്യേണ്ടത് ആ നമ്പറിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, കിട്ടുന്ന ആൻസറിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ 0 ആണെങ്കിൽ ടേം ആണ്, റിമൈൻഡർ 0 അല്ലെങ്കിൽ ടേം അല്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒരു സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 13 20 27 etc. ഈസ് 100 എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് y. 100 ടേം ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 100 മൈനസ് ഫസ്റ്റ് ടേം 13, that is equal to 787. Is it? ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇതിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? d = 7. ഇനി 87 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 1 7 1 7 2 14 3. റിമൈൻഡർ ഈസ് 3. ഹിയർ ഇവിടെ റിമൈൻഡർ വന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് എന്തല്ല? 100 ഈസ് നോട്ട് എ ടേം. അപ്പോൾ y എന്നുള്ള ക്വസ്റ്റ്യൻ പ്രത്യേക ആൻസർ എഴുതണം. എന്താണ് y എന്ന് ചോദിച്ചാൽ 100 ആണ് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ? ദ ടേം ഡിഫറൻസ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഡി. ടേം ഡിഫറൻസ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഡി ആൻഡ് സോ 100 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 1 11 21 31 etc. 4 parts ഉണ്ട്. Express the arithmetic sequence in another words. Write its algebraic form. Find its 50th term. Can 100 be the difference of two terms of this arithmetic sequence?
ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതും വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കാം. എക്സ്പ്രസ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഇൻ അനദർ വേർഡ്സ്. ഈ അരിത്മെറ്റിക് സീക്വൻസിനെ നമുക്കറിയപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് കോമൺ ഡിഫറൻസ് 10 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം അല്ലേ. പക്ഷേ ഇതിന് വേറെ രീതിയിൽ എക്സ്പ്രസ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഇൻ അനദർ വേർഡ്സ്, മറ്റൊരു രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസിനെ. എങ്ങനെ 2-3 തവണ സീക്വൻസ് ഒന്ന് വായിച്ചു നോക്ക്. 1, 11, 21, 31 എക്സെട്ര. 1, 11, 21, 31 എക്സെട്ര. എന്താണ് അതിന് ഇതൊരു പ്രത്യേകത? ആ എല്ലാ നമ്പറും എൻഡ് ചെയ്യണത് 1 വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എൻഡിങ് വിത്ത് 1 ഓർ വൺസ് ഇൻ ദി യൂണിറ്റ് പ്ലേസ്, അല്ലെങ്കിൽ ഒറ്റ സംഖ്യയുടെ യൂണിറ്റ് പ്ലേസിൽ 1 വരുന്ന നമ്പേഴ്സാണ് ഇതൊക്കെ. ആ രീതിയിൽ അതിനെ എക്സ്പ്രസ് ചെയ്യാം. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഇറ്റ്സ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ. ഇതിൻ്റെ ആൾജിബ്രായിക് ഫോം എഴുതണം. ബീൻ്റെ ആൻസർ ആണ് ആൾജിബ്രായിക് ഫോം. എന്താണ് ആൾജിബ്രായിക് എക്സ്പ്രഷൻ? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ എഫും ഡിയും എഴുതണം അല്ലേ. എഫ് ഈക്വൽ ടു 1, ഡി ഈക്വൽ ടു 10. ദെർഫോർ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഈക്വൽ ടു ഡീൻ്റെ പ്ലേസിൽ 10 ഇട്ട് കൊടുക്കുക. 10n പ്ലസ് എഫ് മൈനസ് ഡി 1 മൈനസ് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 10n പ്ലസ് 1 മൈനസ് 10 ഈക്വൽ ടു മൈനസ് 9. പ്ലസ് മൈനസ് അടുത്ത് വന്ന മൈനസ് മാത്രം എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 10n മൈനസ് 9. ഇറ്റ് ഈസ് ദി ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ദിസ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഈസ് 50th ടേം. ഇതിൻ്റെ 50th ടേം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് എറേസ് ചെയ്യുന്നുണ്ട്. 10n മൈനസ് 9. 50th ടേം കാണാൻ നമ്മൾ തൊട്ട് മുമ്പത്തെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. എന്തായിരുന്നു? xn ഈക്വൽ ടു 10n മൈനസ് 9. അപ്പോൾ 50th ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലം ആണ്. എൻ്റെ പ്ലേസിലൊക്കെ എന്ത് ചെയ്യുക? 50 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? x50 ഈക്വൽ ടു 10 ഇൻറ്റു 50 മൈനസ് 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 500 മൈനസ് 9. ദാറ്റ് ഈസ് ഈക്വൽ ടു 491. Hence 50th term is 491. Okay, then can 100 be the difference of two terms of this arithmetic sequence? ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചേ. Can 100 be, നമ്മൾ നേരത്തെ ചെയ്തത് can 100 be a term of this arithmetic sequence എന്നായിരുന്നു നേരത്തെ ക്വസ്റ്റ്യനിൽ. ഇതിലെന്താണ്? can 100 be the difference of two terms of this arithmetic sequence? ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും 2 നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ നമുക്ക് 100 കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഇത് 100, മറ്റേത് എന്തായിരുന്നു? 100 ഇതിലെ ടേം ആവുമോ? അതായത് നമ്മൾ ഇങ്ങനെ എഴുതി പോകുമ്പോൾ 100 ഒരു നമ്പർ ഈ അരിത്മെറ്റിക് സീക്വൻസിൽ എഴുതുമോ എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ. ഇതിലെന്താണ്? ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും 2 നമ്പേഴ്സ് എടുത്ത് അത് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 വരുമോ? അതിൻ്റെ ഡിഫറൻസ് 100 ആവുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഏകദേശം ഒരേ തിയറി വെച്ചിട്ടാണ് പോണത്. മറ്റേത് നമ്മൾ എന്താ ചെയ്തത്? 100 ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ 100ൽ നിന്നും ഫസ്റ്റ് ടേം മൈനസ് ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന ആൻസറിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യും. റിമൈൻഡർ 0 ആണെങ്കിൽ ടേം ആണ്, 0 അല്ലെങ്കിൽ ടേം അല്ല. അങ്ങനെയായിരുന്നു. ഇതിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് ഇവിടെ കുറവാണ്. ഇവിടെ 100 ബി ഡിഫറൻസ് ഓഫ് 2 ടേംസ് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്താൽ മതി? 100 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ചെയ്താൽ മതി. ഓക്കെ, 10 ആണ് ഇവിടെ, റിമൈൻഡർ 0 ആണ്. ആൻഡ് ഹെൻസ് 100 ക്യാൻ ബി ഡിഫറൻസ് ഓഫ് 2 ടേംസ് ഓഫ് ദിസ് സീക്വൻസ്. മനസ്സിലായോ? ടേം ആണോ ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ഡിഫറൻസ് കണ്ടിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പക്ഷേ ഇവിടെ ഡിഫറൻസ് ആണ് ഓൾറെഡി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഡിഫറൻസ് കാണേണ്ട ആവശ്യമില്ല. ആ നമ്പറിന് നേരിട്ട് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. റിമൈൻഡർ 0 ആണെങ്കിൽ 100 ഒരു ഡിഫറൻസ് ആണ്. റിമൈൻഡർ 0 അല്ലെങ്കിൽ 100 ഡിഫറൻസ് അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദി അരിത്മെറ്റിക് സീക്വൻസ് 1, 5, 9, 13 എക്സെട്ര. ഫൈൻഡ് ഡി. ഈസിയാണ്. ആൻസർ എന്താണ്? 5 മൈനസ് 1 ഈക്വൽ ടു 4. Therefore D ഈക്വൽ ടു 4. ഓക്കെ, നെക്സ്റ്റ്. ഹൗ മെനി ടൈംസ് ഡി ഷുഡ് ബി ആഡഡ് ടു ഫസ്റ്റ് ടേം ടു ഗെറ്റ് 10th ടേം? ഹൗ മെനി ടൈംസ് ഡി ഷുഡ് ബി ആഡഡ് ടു ഫസ്റ്റ് ടേം ടു ഗെറ്റ് 10th ടേം? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര തവണ ഡി ആഡ് ചെയ്താലാണ് 10th ടേം കിട്ടുക? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര തവണ ഡി ആഡ് ചെയ്താലാണ് 10th ടേം കിട്ടുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, 1ലൂടെ എത്ര ആഡ് ചെയ്താലാണ് 10 കിട്ടുക? 9. അതിൻ്റെ കൂടെ ഒരു ഡി ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ 9 ടൈംസ് ഡി ആഡ് ചെയ്താലാണ് 10th ടേം കിട്ടുക. ക്ലിയർ? അപ്പോൾ 9D ആണ് ഇതിൻ്റെ ആൻസർ, ബിയുടെ ആൻസർ. ഇനി സി.
How many times d should be added to fifth term to get 100th term? അപ്പോൾ ഫിഫ്ത്ത് ടേമിൻ്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്താലാണ് 100th ടേം ആവുക? 5ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 100 വരിക? 95. അതിൻ്റെ കൂടെ ഒരു ഡി ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ? 95 times d should be added with the fifth term to get 100th term. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇത് ആഡ് ചെയ്യണത് ഇപ്പോൾ ചോദിച്ചു, സബ്ട്രാക്ട് ചെയ്യുന്ന ടൈപ്പിലൊക്കെ ചോദിക്കുക. അപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ട തിയറി ഇതാണ്. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 50th ടേമിൽ നിന്ന് എത്ര ഡി മൈനസ് ചെയ്താലാണ് 30th ടേം കിട്ടുക എന്ന് ചോദിച്ചാൽ എന്താണ്? 50യിൽ നിന്ന് എത്ര മൈനസ് ചെയ്താലാണ് 30? 20. അപ്പോൾ 20 ഡി മൈനസ് ചെയ്താലാണ് 30th ടേം കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് xn equal to 4n plus 3. Find f, find d, find 50th term. Find f, ഫസ്റ്റ് ടേം കാണണം അല്ലേ? ഫസ്റ്റ് ടേം കാണാൻ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഈ ആൾജിബ്ര എക്സ്പ്രഷനിൽ എന്നിൻ്റെ പ്ലേസിലൊക്കെ എന്ത് ചെയ്യണം? 1 ഇട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? x1 equal to 4 into 1 plus 3, that is equal to 4 plus 3 that is equal to 7. Therefore f is equal to 7. And find d കാണണം. ഡി കാണാൻ എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് ടേം ഇപ്പോൾ അറിയാം, സെക്കൻഡ് ടേം കൂടി അറിഞ്ഞാൽ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതിയല്ലോ അല്ലേ ഡി കാണാൻ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കൂടി ഒന്ന് കണ്ടുപിടിക്കാം. x2 equal to 4 into 2 plus 3, that is equal to 8 plus 3, that is equal to 11. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 7 ആണ്, സെക്കൻഡ് ടേം 11 ആണ്. Therefore d equal to x2 minus x1, that is equal to 11 minus 7 equal to 4. Here d is equal to 4. അപ്പോൾ d 4 ആണെന്ന് കിട്ടി, f 7 ആണെന്ന് കിട്ടി. ഇനി എന്താ അടുത്തത്? ഫൈൻഡ് 50th ടേം. 50th ടേം കാണണം. ആൾജിബ്ര എക്സ്പ്രഷൻ ഓൾറെഡി നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ നമുക്കറിയണം 50th ടേം എന്ന് പറയുമ്പോൾ മൈൻഡിലോട്ട് എന്ത് വരണം? എഫ് പ്ലസ് 49d അല്ലേ? അങ്ങനെയും ചെയ്യാട്ടോ, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ആൾജിബ്ര എക്സ്പ്രഷൻ തന്നപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താണ് x50 കാണാൻ മതി, എന്നിൻ്റെയൊക്കെ പ്ലേസിൽ 50 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 4 into 50 plus 3, that is equal to 200 plus 3, that is equal to 203. ഓക്കെ, x50 equal to 203. ഇനി നോക്ക്, ഇപ്പം നമ്മൾ ഓൾറെഡി ഇത് ചെയ്തു, ഫൈൻഡ് എഫ് ഫൈൻഡ് ഡി ചെയ്തു. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് എഫ് കണ്ടുപിടിച്ചത്? നമ്മൾ ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ എന്നിൻ്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുത്തപ്പോൾ എഫ് കിട്ടി. ഡി എങ്ങനെയാണ് കണ്ടത്? ആൾജിബ്ര എക്സ്പ്രഷനിൽ എന്നിൻ്റെ പ്ലേസിൽ 2 ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടി, അത് തമ്മിൽ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഡി കിട്ടിയില്ല. ഇനി ഇത് കാണാൻ എളുപ്പ വഴിയുണ്ട്. നമ്മുടെ ആൾജിബ്ര എക്സ്പ്രഷൻ എന്താണ്? xn equal to dn plus f minus d എന്നാണ് അല്ലേ? എന്നിൻ്റെ കൂടെ എഴുതിക്കുന്ന നമ്പർ ഏതാണ്? ഡി. അത് കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ആൾജിബ്ര എക്സ്പ്രഷനിൽ എന്നിൻ്റെ കൂടെ എഴുതിയ നമ്പർ ഏതാണോ അതായിരിക്കും കോമൺ ഡിഫറൻസ്. നമ്മൾ ചെയ്തപ്പോഴും 4-നല്ലേ കോമൺ ഡിഫറൻസ് വന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെയും ചെയ്യാം. എന്നിൻ്റെ കൂടെയുള്ള നമ്പർ ആയിരിക്കും ഡി. അപ്പോൾ എളുപ്പമല്ലേ? അപ്പോൾ ഇനി എഫ് എങ്ങനെയാണ് കാണാമെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എഫ് കാണാൻ ഒന്നുമില്ല, നമ്മൾ ആൾജിബ്ര എക്സ്പ്രഷനിൽ ഈ എന്നിനെ മാത്രം അങ്ങനെ കവർ ചെയ്ത് പിടിക്കുക. ബാക്കി നമ്മൾ എന്ത് ഓപ്പറേഷനാണ് കാണുന്നത്? 4 plus 3, that is equal to 7. അപ്പോൾ എഫും കിട്ടി. ഓക്കെ, ഈ രീതിയിലും ചെയ്യാം. നമ്മൾ സ്റ്റെപ്പ് വൈസ് ഒക്കെ എഴുതുമ്പോൾ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് മറ്റേ രീതിയിൽ എഴുതുന്നതാണ്. x1ഉം x2ഉം കണ്ടിട്ട് കോമൺ ഡിഫറൻസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദി അരിത്മെറ്റിക് സീക്വൻസ് 12, 20, 28 etc. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ടേം 564. ഇതുവരെ നമ്മൾ 50th ടേം കാണുക, 100th ടേം കാണുക, 10th ടേം കാണുക, ആ ടൈപ്പ് പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതെന്ത് വെച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ടേം. 564 എന്ന് പറയുന്നത് ഈ അരിത്മെറ്റിക് സീക്വൻസിൽ ഒരു ടേമാണ്. പക്ഷെ അത് എത്രാമത്തെ ടേം ആണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ നമുക്ക് പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. പൊസിഷൻ കണ്ടുപിടിക്കാൻ വന്നാലും ഒരു പൊസിഷൻ നിന്നിട്ട് ആ പൊസിഷനിലുള്ള ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വന്നാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? നമ്മുടെ ആൾജിബ്ര എക്സ്പ്രഷനാണ്. എന്താണ് ആൾജിബ്ര എക്സ്പ്രഷൻ? xn equal to dn plus f minus d. നമ്മൾ എപ്പോഴും ഒരു അരിത്മെറ്റിക് സീക്വൻസ് കിട്ടിയാൽ ആദ്യം അതിൽ എഫും ഡിയും എഴുതി വെക്കുക. ഇവിടെ എഫ് ഈക്വൽ ടു 12, ഫസ്റ്റ് ടേം ഈക്വൽ ടു 12, ഡി ഈക്വൽ ടു 20 മൈനസ് 12 ഈക്വൽ ടു 8. എഫ് ഈക്വൽ ടു 12 ആൻഡ് ഡി ഈക്വൽ ടു 8 എന്ന് കിട്ടി. ഇനി നോക്ക്, xn എത്രാമത്തെ ടേം? നമ്മൾ 10ാമത്തെ ടേം എന്ന് പറയുമ്പോൾ x10 ഈക്വൽ ടു എന്നാണ് എഴുതിയിരുന്നത് അല്ലേ? പക്ഷേ ഇവിടെ നമുക്ക് എത്രാമത്തെ ടേമാണെന്ന് അറിയില്ലല്ലോ. എത്രാമത്തെ ടേമാണെന്നല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? xnയുടെ പ്ലേസിൽ അറിയാത്തത് കൊണ്ട് xn തന്നെ എഴുതാം. ഇനി ഡി എത്രയാണ്?
8. n എത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്ന് പറയുന്നത് പൊസിഷനാണല്ലോ. അപ്പോൾ എന്നിൻ്റെ പ്ലേസിൽ n ഇടുക. പ്ലസ് എഫ് മൈനസ് ഡി. എഫ് എത്രയാണ്? 12 മൈനസ് 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 8n പ്ലസ് 4. നോക്ക് ഇവിടെ xn എത്രാമത്തെ ടേമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ടേം ഏതാണ്? 564 ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ 564 എന്നിട്ടൂടെ 564 ഈക്വൽ ടു 8n പ്ലസ് 4. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? എന്നാണ് നമുക്ക് കാണേണ്ടത്. എന്നിനെ കാണണമെങ്കിൽ ഈക്വലിൻ്റെ അപ്പുറത്തെ സൈഡിൽ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വലിന് 2 സൈഡ് ഉണ്ട്, LHS RHS ഒക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വലിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഈ n എന്ന് പറയുന്ന ഈ സംഭവത്തിനെ മാത്രമാക്കണം. അതിന് ഇവിടുന്ന് 8നെയും ഈ 4നെയും നമ്മൾ മാറ്റണം. ആദ്യം ഈ 4നെ ഒഴിവാക്കുമ്പോൾ എന്ത് വരും? 564 മൈനസ് 4 ഈക്വൽ ടു 8n. 560 ഈക്വൽ ടു 8n. ഇനി എന്നിനെ ഒറ്റക്കാക്കണമെങ്കിൽ 8നെ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? 560 ബൈ 8 ഈക്വൽ ടു 560 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 70. ദെർഫോർ n ഈക്വൽ ടു 70. അതായത് ഈ 564 എന്ന് പറഞ്ഞ നമ്പർ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 70th ടേമാണ്. ക്ലിയർ ആണോ? എന്നാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യൻ ഡിഫറൻസ് മനസ്സിലാക്കുക. ചെയ്തത് ഒന്നുകൂടി 2-3 തവണ ഇതേ പ്രോബ്ലം ഒന്ന് ചെയ്ത് പ്രാക്ടീസ്. നമ്മളിപ്പോൾ ഈ ലെസണിലെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ വരെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഏകദേശം എല്ലാ ടൈപ്പും ഓരോ പ്രോബ്ലം എങ്കിലും മിനിമം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രോബ്ലം ചെയ്തത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക നമ്മൾ. എങ്ങനെയൊക്കെയായിരുന്നു? ആദ്യം ഫസ്റ്റ് ടേം അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് 2 ടേം എഴുതാനുണ്ടായിരുന്നു, ഡി കാണാനുണ്ടായിരുന്നു, മിസ്സിങ് ടേംസ് എഴുതാനുണ്ടായിരുന്നു അല്ലേ. അത് കഴിഞ്ഞിട്ട് ടേം ആൻഡ് പൊസിഷൻ എന്നുള്ള അതിൻ്റെ അണ്ടറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? ഡി കാണാൻ ഏതെങ്കിലും 2 അറ്റത്ത് ഇറക്കണ ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ടി ഡി ബൈ പി ഡി വെച്ചിട്ട് ഡി കാണാനുണ്ടായിരുന്നു. പിന്നെ ടേം ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളത് ചെയ്തു. പിന്നെ ടേം ഡിഫറൻസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ ചെയ്തു അല്ലേ. അങ്ങനെ 3 പ്രോബ്ലം. പിന്നെ ആൾജിബ്രായിക് എക്സ്പ്രഷനിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നാൽ ആൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാൻ പഠിച്ചു. ആൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നാൽ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പഠിച്ചു. പിന്നെ n കാണാൻ പഠിച്ചു അല്ലേ. ഒരു ടേം വന്നിട്ട് എത്രാമത്തെ ടേമാണെന്നുള്ളത് കാണാൻ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ചാപ്റ്ററിനെ അങ്ങോട്ട് ഇന്നത് എന്ന് പറഞ്ഞിട്ട് ആക്കി വെച്ചാൽ ചാപ്റ്റർ വെരി സിമ്പിളാണ്. ഇതിൽ കുറേ പ്രോബ്ലംസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിലുള്ള ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോ വരാം കേട്ടോ. എല്ലാവരും നല്ലതായി ചെയ്ത് തന്നെ പഠിക്കുക. പ്രോബ്ലംസൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.